ഡിറ്റർമിനന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സും അതിന്റെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. ഇനി ഇൻവേഴ്സ് ഡിറ്റർമിനന്റ് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, ഫസ്റ്റ് ഡിഗ്രി വരുന്ന ഇക്വേഷൻ വരുന്ന സിസ്റ്റം എങ്ങനെ സോൾവ് ചെയ്യാം ഇതാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനന്റ്സ് ആൻഡ് മെട്രിസസ്, അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എങ്ങനെ ഈ ഡിറ്റർമിനന്റ് മെട്രിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ വരുമ്പോൾ അതൊരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇത് എക്സാമ്പിൾ നോക്കി 5x + 2y = 4, 3y + 7x = 5. ഇത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയും. ഇവിടെ എന്തായാലും രണ്ട് ഇക്വേഷനും രണ്ട് അൺനോണോ ഇല്ല അല്ലേ, രണ്ട് ഇക്വേഷനും രണ്ട് അൺനോണും. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് 3 ഇക്വേഷനും 3 അൺനോണും, അങ്ങനെ അതായത് നമ്പർ ഓഫ് ഇക്വേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. അങ്ങനെ വരുമ്പോൾ അതിന് ഒരു സ്ക്വയർ ഫോം ഉണ്ടാവില്ല, സ്ക്വയർ ഫോം മനസ്സിലായില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് മെട്രിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഡിറ്റർമിനന്റ് എല്ലാം കാണുമ്പോൾ സ്ക്വയർ മെട്രിക്സിനെ അതല്ല. അപ്പോൾ രണ്ട് ഇക്വേഷനും രണ്ട് അൺനോണും 3 ഇക്വേഷനും 3 അൺനോണും അല്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം, അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ല. ഇവിടെ പറഞ്ഞു ഫോർ സോൾവിംഗ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 or 3 വേരിയബിൾ ആൻഡ് ഫോർ ചെക്കിംഗ് ദ കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. അപ്പൊ ഈ തിയറി ഫസ്റ്റ് പറഞ്ഞ കാര്യം കൺസിസ്റ്റന്റ് സിസ്റ്റം നോക്കാം. എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഈസ് സെഡ് ടു ബി കൺസിസ്റ്റന്റ് ഇഫ് ഇറ്റ് സൊല്യൂഷൻ ബ്രാക്കറ്റിൽ 1 or more എക്സിസ്റ്റ്. അതായത് ഒരു സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം. ഒന്നുകിൽ അത് യുണീക്ക് സൊല്യൂഷൻ ആവാം, അല്ലെങ്കിലോ അതിൽ കൂടുതലാവാം. മനസ്സിലായല്ല. അങ്ങനെയാണെങ്കിൽ ആണ് സിസ്റ്റം കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊരു സിസ്റ്റം ആണ്, ഇത് കൺസിസ്റ്റന്റ് എന്ന് പറയണമെങ്കിലോ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം. സൊല്യൂഷൻ ഉണ്ടാവണം പറഞ്ഞാൽ എക്സിന് വൈക്ക് വില കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് കൺസിസ്റ്റന്റ് എന്ന് പറയില്ലേ. ഓക്കെ, ഇനി ഇൻകൺസിസ്റ്റന്റ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഈസ് സെഡ് ടു ബി ഇൻകൺസിസ്റ്റന്റ് ഇഫ് ഇറ്റ് സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇപ്പൊ കൺസിസ്റ്റന്റ് പറഞ്ഞതായിരിക്കണം ഒരു സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് എന്ന് പറയല്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യുണീക്ക് സൊല്യൂഷൻ ആവാം, മോർ ദാൻ 1 സൊല്യൂഷൻ ആവാം, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ആവാം. ഇൻകൺസിസ്റ്റന്റ് പറഞ്ഞാലോ ഒരു സിസ്റ്റത്തിന് സൊല്യൂഷനേ ഇല്ലെങ്കിലാണ് അതിനെന്ത് പറയല്, അത് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയല്. ഓക്കെ, ഇനി നോക്കാം തിയറി. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടി നോക്ക്, കൺസിഡർ നമ്മളൊരു സിസ്റ്റം എടുക്കുന്നത്. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് a1x + b1y + c1z = d1, a2x + b2y + c2z = d2, a3x + b3y + c3z = d3. ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്, ഇതിലുള്ളത് 3 ഇക്വേഷനും 3 അൺനോണും അല്ലെ, 3 ഇക്വേഷനും 3 അൺനോണും. ഏതാ 3 അൺനോൺ? xyz. നമ്മൾ തിയറി പറയാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടി 3 ഇക്വേഷനും 3 അൺനോണും എടുത്തുന്നില്ലു, xyz അല്ല. ഇതാണ് 3 ഇക്വേഷനും 3 അൺനോണും വരുന്നത് അല്ലെ, 3 ഇക്വേഷനും 3 അൺനോണും ഇടയിലുള്ളത്. ഇതിനെ ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാം, ആദ്യം നമ്മൾ ഈ തന്ന സിസ്റ്റത്തിന് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുന്നു. എങ്ങനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുന്നു നോക്കിക്കോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇടാം മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കണ്ടോ, ദ ഗിവൺ ഇക്വേഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ മെട്രിക്സ് ഫോം ആസ്, അതായത് ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോം ആയിട്ട് ഇങ്ങനെ എഴുതാം. അതിനുശേഷം ഈ സ്റ്റെപ്പ് നോക്കാം. ഇതാ ഇതിനിങ്ങനെ എഴുതിക്കും. നോക്കേ, മെട്രിക്സ് ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇടാം. a1 b1 c1, a2 b2 c2, a3 b3 c3. ഇതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇത് നമ്മൾ a എന്ന് പേര് കൊടുത്തു. അൺനോൺ മെട്രിക്സ് പറഞ്ഞാൽ xyz ആണ്, xyz അത് കോളം മെട്രിക്സ് ആയിട്ട് എടുത്തു. ക്യാപിറ്റൽ X = xyz കോളം മെട്രിക്സ്. ആൻഡ് റൈറ്റ് സൈഡിലെ d1 d2 d3 വേറെ കോളം മെട്രിക്സ് എടുത്തു, b എന്ന് പേര് കൊടുത്തു, d1 d2 d3. അങ്ങനെയാണ് നിങ്ങൾ നോക്കി ഇതിന് ഇങ്ങനെ എഴുതാം. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, അതായത് ഈ സിസ്റ്റത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം. മെട്രിക്സ് a1 b1 c1, a2 b2 c2, a3 b3 c3 ഇൻറ്റു മെട്രിക്സ് xyz ഈക്വൽ ടു മെട്രിക്സ് d1 d2 d3. ശരിയല്ലേ? നോക്കി എന്തുകൊണ്ട് ഇതാ, അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇത് നോക്കിയതാ, ഇത് എത്ര 3/3 3/1 3/3 3/1 മൾട്ടിപ്ലൈ 3/1 അല്ലേ. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ആദ്യം ഒന്നാമത്തെ കോളത്തുണ്ട്, ദാറ്റ് ഈസ് a1x + b1y + c1z = d1. ദെൻ രണ്ടാമത്തെ റോയിൽ ഒന്നാമത്തെ കോളത്തുണ്ട്, സോ a2x + b2y + c2z = d2. ദെൻ എത്ര a3x + b3y + c3z = d3. മനസ്സിലായല്ലോ. അതായത് ഈ സിസ്റ്റത്തിൽ നമുക്ക് ഇതുപോലെ എഴുതാം. ഇത് എഴുതാൻ എളുപ്പമാണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ പണിയൊന്നുമില്ല ഇല്ലല്ല. ആദ്യം കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതാം, പിന്നെ അൺനോൺ മെട്രിക്സിന്റെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതാം, പിന്നെ റൈറ്റ് സൈഡിലെ മെട്രിക്സോ കോളം മെട്രിക്സ് ആയിട്ട് എഴുതാം. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ax = b. ഇത് ഷോർട്ട് ആയിട്ട് നമുക്ക് ax = b എന്ന് പറയാം. a എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സ്, x എന്ന് പറഞ്ഞാലോ അൺനോൺ മെട്രിക്സ്, അതൊരു കോളം മെട്രിക്സ് ആണ്. b എന്ന് പറഞ്ഞാലോ റൈറ്റ് സൈഡിൽ വരുന്ന എലമെന്റ്സിന്റെ കോളം മെട്രിക്സ്. ഓക്കെ, അതായത്
സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ എങ്ങനെ എഴുതി? AX ഈക്വൽ ടു ബി എന്ന് എഴുതി. എ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് മെട്രിക്സ്. കോയിഫിഷ്യന്റ് മെട്രിക്സ് പറഞ്ഞാൽ മനസ്സിലായില്ല, എക്സ് വൈ സെറ്റിന്റെ കൂടെ വരുന്നത് ഓർഡറിൽ എഴുതിയത്. എക്സ് എന്ന് പറഞ്ഞാലോ അൺനോൺ മെട്രിക്സ്, ഇവിടെ എക്സ് വൈ സെഡ് ആണ്. ബി എന്ന് പറഞ്ഞാലോ റൈറ്റ് സൈഡ് ലൈനിന്റെ കോളം മെട്രിക്സ്. ഓക്കെ, ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ AX ഈക്വൽ ടു ബി എന്നതിൽ സിസ്റ്റം കിട്ടി. ഇതാ കേസ് 1 നോക്കാം. ഇഫ് A is a non singular matrix, അതായത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ, അതായത് AX ഈക്വൽ ടു ബി, ഈ AX ഈക്വൽ ടു ബി ആണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ മെട്രിക്സ് ഫോം. അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ കാണുന്നത് ഡിറ്റർമിനന്റേ കാണാം. ഏത് കാണാം? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻവേഴ്സ് എക്സിസ്റ്റ് അല്ലേ? അങ്ങനെയാകുമ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ്, അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. നോൺ സിംഗുലർ ആണെങ്കിലാണ് ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഇനി നമ്മൾ എങ്ങനെ എക്സ് കണ്ടുപിടിക്കുന്നത്? എക്സ് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചില പ്രോബ്ലത്തിന് ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം? ഇതിന്റെ രണ്ട് സൈഡിലും A ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? A ഇൻവേഴ്സ് ഇൻറ്റു AX ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു ബി. ഈ സൈഡിലോ ഇത് അസോസിയേറ്റീവ് ആണ്. ദാറ്റ് ഈസ് A ഇൻവേഴ്സ് A ഇൻറ്റു X ഈക്വൽ ടു വാട്ട്? A ഇൻവേഴ്സ് ഇൻറ്റു ബി. ദാറ്റ് ഈസ് വാട്ട്? I ഇൻറ്റു X ഈക്വൽ ടു വാട്ട്? A ഇൻവേഴ്സ് ഇൻറ്റു ബി. ദാറ്റ് ഈസ് എന്ത് കിട്ടി? X ഈക്വൽ ടു വാട്ട്? A ഇൻവേഴ്സ് ഇൻറ്റു ബി. മനസ്സിലായല്ലേ? അപ്പൊ AX ഈക്വൽ ടു ബി എന്ന് എടുത്തു. അപ്പൊ X ഈക്വൽ ടു കിട്ടി നമുക്ക് ഇടാം A ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് കിട്ടി. ഡൗട്ട് ഇല്ല, A ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് കിട്ടി. ഇവിടെ ശരിക്കും I എന്ന് പറഞ്ഞാൽ ഇവിടെ I എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഒരു 3/3 ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. എക്സോ ഒരു 3/1 ആണ്. ശരിയല്ല, 3/1 ആണ്. അപ്പൊ 3/3 3/1 മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെ എക്സ് തന്നെയാണ്. I ഇൻറ്റു എക്സ് പറഞ്ഞാൽ എക്സ് തന്നെ ആയിരിക്കും. മനസ്സിലായല്ല? അത് ഞാൻ മുമ്പ് തിയറിയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ A നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ മനസ്സിലായല്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ AX ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ കാണാനുള്ള സൂത്രവാക്യം ഒന്ന് X ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു ബി. തിരിഞ്ഞല്ല, X ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് ഇതിന്റെ സൊല്യൂഷൻ കാണാനുള്ള സൂത്രവാക്യത്തിന്റെ പ്രത്യേകത ഉണ്ടോ? This matrix equation provides unique solution for the given system of equation as inverse of a matrix is unique. This method of solving system of equation is known as matrix method. അതായത് ഒരു സിസ്റ്റത്തിന്റെ ഇക്വേഷൻ ഒരു സിസ്റ്റം നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിന്റെ ഇക്വേഷൻ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതാ ഉപയോഗിക്കേണ്ടത്? X ഈക്വൽ ടു A ഇൻവേഴ്സ് ബി എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ല? X ഈക്വൽ ടു A ഇൻവേഴ്സ് ബി എന്ന് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യേണ്ടത്. ഇത് ഉപയോഗിക്കണം എന്ത് കിട്ടണം? ആദ്യം ഡിറ്റർമിനന്റ് 0 കിട്ടണം. എന്തായിരിക്കണം? നോൺ സിംഗിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ ഇതാണ് പഠിക്കുന്നത്. അല്ലാത്തൊരു കേസും കൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ X ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു ബി. മനസ്സിലായല്ലോ? അങ്ങനെയാകുമ്പോൾ സിസ്റ്റത്തിന് എന്തുണ്ടാവും? അത് കൺസിസ്റ്റന്റ് ആയിരിക്കും, യുണീക് സൊല്യൂഷൻ ഉണ്ടാവും. ഇനി കേസ് 2. If A is a singular matrix, determinant A equal to 0. Determinant A equal to 0 എന്ന് എന്താ പറഞ്ഞു തരാം? In this case, we calculate adjoint A into B. അപ്പൊ നമ്മൾ എന്ത് കാണണം? adjoint A into B കാണണം. ഇത് തിയറിയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? If adjoint A into B not equal to 0, 0 means 0 matrix, then solution does not exist and system is called inconsistent. ഇവിടെ adjoint A into B not equal to 0 ആണെങ്കിൽ, null matrix അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല, അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇനി adjoint A into B equal to 0 എന്ന് വിചാരിക്കാം. Then system may be either consistent or inconsistent according as system have either infinitely many solution or no solution. അതായത് adjoint A into B 0 എന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ എന്താ? അത് കൺസിസ്റ്റന്റും ആവാം അല്ലെങ്കിലോ ഇൻകൺസിസ്റ്റന്റും ആവാം. സിസ്റ്റത്തിനോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ അല്ലെങ്കിലോ നോ സൊല്യൂഷൻ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഈ ഒന്നാമത്തെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളത് മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്നാലും രണ്ടാമത്തെ കേസും കൂടെ ഡിസ്കസ് ചെയ്ത് തരാം, നോക്കാം. മറ്റു നമുക്കിത് തേർഡ് കേസിൽ CBSE ക്ലാസ്സിലെല്ലാം പഠിക്കാനുണ്ട്. ഞാൻ അവസരം മിസ്ലേനിയസ് എക്സസൈസ് ചെയ്യുമ്പോൾ അതും കൂടെ ഉൾപ്പെടുത്താം. അപ്പൊ കേസ് 2 മനസ്സിലായല്ല? അപ്പൊ ഒന്നുകൂടെ പറയാം. AX ഈക്വൽ ടു ബി എന്ന സിസ്റ്റത്തിൽ ആദ്യം കാണേണ്ട ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലോ ഇൻവേർട്ടബിൾ ആണ്. അപ്പൊ X കാണാനുള്ള സൂത്രവാക്യം X ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇനി ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഏത് കാണണം? adjoint A into B കാണും. എന്നിട്ടോ adjoint A into B നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്. adjoint A into B 0 ആണെങ്കിലോ സിസ്റ്റം കൺസിസ്റ്റന്റോ ആവാം അല്ലെങ്കിലോ ഇൻകൺസിസ്റ്റന്റോ ആവാം. മനസ്സിലായില്ല? ഇത്രയും കേസ് ആയിരുന്നത്. നമുക്ക് ഇനി ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. കുറച്ച് പെട്ടെന്ന് എല്ലാവരും ഫോളോ ചെയ്യാം. നോക്കാം. Examine the consistency of the system of the following equation. X plus 2y equal to 2, 2x plus 3y equal to 3. ശ്രദ്ധിക്കണം, ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് പറയണം. അത്രയും കൊണ്ട് കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി, സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടാ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു? മെട്രിക്സ് ഫോം ഓഫ് ദ എബോവ് സിസ്റ്റം എഴുതി. എങ്ങനെ മെട്രിക്സ് ഫോം ആകുന്നത്? ആദ്യം ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇവിടെ എക്സിന്റെ കൂടെ 1, വൈൻ്റെ കൂടെ 2, 1 2, ഇവിടെ 2, ഇവിടെ 3, 2 3 ഇൻറ്റു മെട്രിക്സ് ഏത്? ഇവിടെ രണ്ട് വേരിയബിളേ ഉള്ളൂ അൺനോൺ. ഏത്? എക്സും വൈ. എക്സ് വൈ ഈക്വൽ ടു വാട്ട്? മെട്രിക്സ് എത്ര? 2 3. ഡൗട്ട് ഇല്ല? ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി. ഞാൻ നേരത്തെ തിയറിയിൽ 3/3 3 ഇക്വേഷനും 3 അൺനോണോ മാറ്റിയത്. ഇവിടെ 2 ഇക്വേഷനും 2 അൺനോൺ, കുറച്ചുകൂടെ സിമ്പിൾ അല്ലേ? മാറ്റി. ഡൗട്ട് ഇല്ലായിരിക്കും. ഇത് ചെയ്തിട്ട് കിട്ടും. സംശയം നോക്കിയതാ. ഇത് ചെയ്യുമ്പോൾ 1 × x plus 2y equal to 2. ഇവിടെ
2 into x plus 3y equal to 3. ഡൗട്ട് ഇല്ല, ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും തന്നെ. അപ്പൊ ax equal to b. ഇനി സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ നോക്കണം. ആദ്യം ഇത് കാരണം ഡിറ്റർമിനന്റ് a കാണാം. കണ്ടു, കൺസിഡർ ഡിറ്റർമിനന്റ് a equal to ഇത്ര ഡിറ്റർമിനന്റ് 1 into 3 3 3 minus 4 എത്ര -1 എന്ത് കിട്ടി? നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാവ് യുണീക് സൊല്യൂഷൻ. ഓക്കെ, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ 0 ആണെങ്കിലാണ് സിസ്റ്റം കൺസിസ്റ്റന്റ് ആവല്. അതിന്റെ സൊല്യൂഷന് പ്രത്യേകത യുണീക് സൊല്യൂഷൻ ആണ്. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, ഇവിടെയൊക്കെ സൊല്യൂഷൻ കാണാൻ പറഞ്ഞിട്ടാ എക്സാമിന്റെ കൺസിസ്റ്റൻസിനെ പറഞ്ഞിട്ടു, കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് പറയാനേ പറഞ്ഞിട്ടു. അപ്പൊ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റൻ തന്നെ, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 5 2x പ്ലസ് 6y ഈക്വൽ ടു 8. അപ്പൊ ആദ്യം മെട്രിക്സ് ഫോം എഴുതി. മെട്രിക്സ് 1 3 2 6 ഇൻറ്റു കോളം മെട്രിക്സ് xy ഈക്വൽ ടു മെട്രിക്സ് 5 8. ഡൗട്ട് ഇല്ല, എപ്പോൾ അൺനോൺ മെട്രിക്സ് കോളം മെട്രിക്സ് ആണ്, റൈറ്റ് സൈഡിലും കോളം മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് കണ്ടു. ഡിറ്റർമിനന്റ് എത്ര? 6 minus 3 into 2 6 6 minus 6 0. ഡിറ്റർമിനന്റ് 0 കിട്ടി. ഡിറ്റർമിനന്റ് 0 കിട്ടി എന്ത് കാണാൻ പറഞ്ഞു? അഡ്ജോയിന്റ് a into b കാണാൻ പറഞ്ഞു. അഡ്ജോയിന്റ് a into b കണ്ടു. അഡ്ജോയിന്റ് a into b ഈക്വൽ ടു മെട്രിക്സ്. ഇതിന്റെ അഡ്ജോയിന്റ് എത്ര? ആദ്യം ഡയഗണൽ എലിമെന്റ് അങ്ങോട്ട് കൊണ്ട് മാറ്റാം 6 1. ഓഫ് ഡയഗണൽ എലിമെന്റ് ചിഹ്നം മാറ്റാം -3 -2 into b. b എന്ന് പറഞ്ഞാൽ മെട്രിക്സ് 5 8. ഗുണിച്ചു. ഗുണിക്കുമ്പോൾ 2/2 2/1 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര? 2/1. അപ്പൊ എത്ര? 30 minus 24 then minus 10 plus 8 equal to മെട്രിക്സ് എത്ര? 6 minus 2. 6 minus 2 പറഞ്ഞാൽ 0 മെട്രിക്സ് അല്ലല്ലോ, നോട്ട് ഈക്വൽ ടു 0 ആണ്, 0 മെട്രിക്സ് അല്ല. അപ്പൊ അഡ്ജോയിന്റ് a into b എന്ത് കിട്ടി? നോട്ട് ഈക്വൽ ടു 0. then solution does not exist അല്ലെ? അതുകൊണ്ട് എന്താ പറയാ? സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. സൊല്യൂഷൻ എക്സിസ്റ്റ് അല്ലെങ്കിലാണ് എന്ത് പറയില്ല? ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയില്ല. മനസ്സിലായല്ല? ഇവിടെ ഡിറ്റർമിനന്റ് 0 കിട്ടിയതുകൊണ്ടാണ് എന്ത് കണ്ടത്? അഡ്ജോയിന്റ് a into b കണ്ടത്. അപ്പൊ സിസ്റ്റം എന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആണ്. മനസ്സിലായല്ല? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പ്രത്യേകത 3 ഇക്വേഷനും 3 അൺനോണും ഉണ്ട്. നോക്കിയേ, എക്സാമിന്റെ കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഇക്വേഷൻ x minus y plus z equal to 4 2x plus y minus 3z equal to 0 x plus y plus z equal to 2. ആദ്യം മെട്രിക്സ് ഫോമിൽ എഴുതി. മെട്രിക്സ് എത്ര? 1 minus 1 1 2 1 minus 3 1 1 1 into മെട്രിക്സ് x y z equal to മെട്രിക്സ് 4 0 2 അല്ലേ? കൺസിഡർ മെട്രിക്സ് a equal to a എടുത്തു. a എന്ന് പറഞ്ഞാൽ ഇത് ax equal to b ഇത് a. മെട്രിക്സ് 1 minus 1 1 2 1 minus 3 1 1 1. ഡിറ്റർമിനന്റ് a കാണാം, ഓർമ്മയുണ്ടല്ലോ? പ്ലസ് 1 into 1 വരുന്ന റോയങ്ങൾ ഒഴിവാക്കുക 1 plus 3 minus minus 1 that is plus 1 into ഈ minus 1 വരുന്ന റോയങ്ങൾ ഒഴിവാക്കുക that is 2 into 1 2 plus 3 plus 1 into ഈ 1 വരുന്ന റോയങ്ങൾ ഒഴിവാക്കുക 2 minus 1 that is 1 into 4 plus 1 into 5 plus 1 into 1 10 not equal to 0 അല്ലെ? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 കിട്ടി. അതുകൊണ്ട് എന്താ പറയാ? സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാവ് വാട്ട്? യുണീക് സൊല്യൂഷൻ. ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, സൊല്യൂഷൻ എങ്ങനെ ആയിരിക്കും? യുണീക്ക് ആയിരിക്കും. ഡൗട്ടില്ല. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ 0 കിട്ടിയാൽ അത് കൺസിസ്റ്റന്റും ആയി യുണീക് സൊല്യൂഷനും ആയി. ക്ലിയർ ആണല്ല? ഡിറ്റർമിനന്റ് 0 കിട്ടിയാലാണ് ഏത് കണ്ട്? അഡ്ജോയിന്റ് a into b കണ്ടത്. ഓക്കെ, അടുത്തത് എക്സാമിന്റെ കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ദ ഇക്വേഷൻ x plus y plus z equal to 1 2x plus 3y plus 2z equal to 2 ax plus ay plus 2az equal to 2. ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം NCERT പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, 2 മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ax plus ay plus 2az 2 എന്നുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗിവൺ സിസ്റ്റം ക്യാൻ ബി റിട്ടൺ ഇൻ മെട്രിക്സ് ഫോം. മെട്രിക്സ് 1 1 1 2 3 2 a 2a into മെട്രിക്സ് 1 x y z equal to what? മെട്രിക്സ് 1 2 2. കൺസിഡർ ദ മെട്രിക്സ് a. എടുത്തു. മെട്രിക്സ് എത്ര? 1 1 1 2 3 2 a 2a. ഡിറ്റർമിനന്റ് കണ്ട. ഡിറ്റർമിനന്റ് a equal to what? plus 1 into what? 3 into 2a 6a minus 2a minus 1 into 1 വരുന്ന റോയങ്ങൾ ഒഴിവാക്കിയാലോ 4a minus 2a plus 1 into 2a minus 3a. ഇപ്പൊ എന്ത് കിട്ടി? 4a minus 2a minus a that is equal to what? a അല്ല, ഇവിടെ a എന്നാ കിട്ടിയത്. ഇനി ഈ a 0 ആണെങ്കിൽ ഏത്? ഇൻകൺസിസ്റ്റന്റ് ആണ്. ഏത്? അഡ്ജോയിന്റ് a into b കാണണം. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലോ ഇത് കൺസിസ്റ്റന്റ് ആണ്. ഇവിടെ ഈ a നോട്ട് ഈക്വൽ ടു 0 തന്നെ ആയിരിക്കും. എന്താ കാരണം എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഇവിടെ 4a minus 2a minus a എന്നാ കിട്ടിയത്. ഡിറ്റർമിനന്റ് കാണുമ്പോൾ ഇവിടെ സ്മോൾ a എന്ന് കിട്ടി അല്ലെ? അത് ക്ലിയർലി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. എന്താ കാരണം നോക്കിയതാ? ഈ ഇക്വേഷൻ ഇവിടെ മൂന്നാമത്തെ ഇക്വേഷൻ ax plus ay plus 2az equal to 2 ആണ്. ഇവിടെ a 0 ആണെങ്കിൽ പിന്നെ ഇത് വാലിഡ് ആണോ? അല്ലല്ല, ഈ ഇക്വേഷൻ ഇവിടെ ഇല്ല. അപ്പൊ എന്തായിരിക്കും? a എന്തായാലും നോൺ 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ a നോട്ട് ഈക്വൽ ടു 0 നമുക്ക് ഉറപ്പായിട്ട് തീരുമാനിക്കാം. എന്താ കാരണം? a 0 ആണെങ്കിൽ ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഇവിടെ ഇല്ല, വാലിഡ് അല്ല, പിന്നെ ഈ ഇക്വേഷന്റെ കാര്യമില്ല. അപ്പൊ ഇവിടെ ക്ലിയർലി എന്താണ്? a നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. എന്തുണ്ട്? യുണീക് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത നോക്ക്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഫോളോയിങ് ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. അടുത്തത് ഈ സിസ്റ്റം സോൾവ് ചെയ്യാനാണ് പറഞ്ഞത് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, ടെസ്റ്റ് ഫോർ കൺസിസ്റ്റൻസി ആൻഡ് ഹെൻസ് സോൾവ്. മനസ്സിലായിട്ട്? കൺസിസ്റ്റന്റ് ആണെന്ന് നോക്കണം,
കൺസിസ്റ്റന്റ് ആണെന്ന് സോൾവ് ചെയ്യാൻ പറയാം. തിരിഞ്ഞല്ല സോൾവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എക്സ് വൈന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാനതാ. അപ്പൊ ഇക്വേഷൻ ആദ്യം 2x - y = -2, 3x + 4y = 3. അതിനെ മെട്രിക്സ് ഫോമിൽ എഴുതി. മെട്രിക്സ് 2 - 1 3 4 ഇൻറ്റു മെട്രിക്സ് അൺനോൺ കോളം മെട്രിക്സ് എഴുതിയാലോ എക്സ് വൈ ഈക്വൽ ടു മെട്രിക്സ് റൈറ്റ് സൈഡിലോ -2 3. ഡൗട്ട് ഇല്ല. അപ്പൊ എന്ത് കിട്ടി? ax = b. ഈ ഭാഗം ഈസി ആണല്ല. കോഎഫിഷ്യന്റ് മെട്രിക്സ് കോളം മെട്രിക്സ് ആയിട്ട് പിന്നെ ഇത് അൺനോൺ മെട്രിക്സ് എഴുതി ഇങ്ങനെ എഴുതി ax = b. ഫസ്റ്റ് എന്ത് കാണണം? നമ്മൾ ഡിറ്റർമിനന്റ് കാണാം അല്ലെ. ഡിറ്റർമിനന്റ് കണ്ടു. ഡിറ്റർമിനന്റ് എത്ര? 4 × 2 8. 8 - -8 + 3 11 ≠ 0 അല്ലെ. അപ്പൊ എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് ≠ 0 കിട്ടിയ എന്തായി? therefore a inverse exists and solution is what? unique consistent ആണ് അല്ലെ. സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഡിറ്റർമിനന്റ് ≠ 0 ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. and solution is what? x = a inverse × b. ഡൗട്ട് ഇല്ല. ഇവിടെ സൊല്യൂഷൻ കാണാൻ പറഞ്ഞു. നേരത്തെ കൺസിസ്റ്റന്റ് ആണെന്ന് നോക്കാനേ പറഞ്ഞിട്ടു ഇവിടെ സൊല്യൂഷൻ കാണാൻ പറഞ്ഞു. അപ്പൊ സൊല്യൂഷൻ ഇത് x = what? a inverse × b. that is x = എത്ര? a inverse പറഞ്ഞാൽ 1 / ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് × b. that is equal to 1 / എത്ര ഡിറ്റർമിനന്റ് 11 ഇൻറ്റു അഡ്ജോയിന്റ്. അഡ്ജോയിന്റിൽ ഇവിടെ മണക്കണക്കായിട്ട് കാണാം. അങ്ങനെ ആദ്യം ഡയഗണൽ എലിമെന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റതാ. ഇത് 4 ഇത് 2. പിന്നെയോ ഓഫ് ഡയഗണൽ എലിമെന്റ് ചിഹ്നം മാറ്റാം, സൈൻ മാറ്റാം. ഇപ്പൊ ഇത് 1 ഇത് -3. ഓക്കെ. ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാലോ ഇത് കോളം മെട്രിക്സ് -2 3. ഓക്കെ. അപ്പൊ എന്ത് കിട്ടി? മെട്രിക്സ് കോളം മെട്രിക്സ് എക്സ് വൈ = 1/11 ഇൻറ്റു ഇത് എത്ര? 2/2 2/1 മൾട്ടിപ്ലൈ ചെയ്താൽ 2/1. 4 × -2 -8 + 1 × 3 -8 + 3. then -3 × -2 6 + 2 × 3 6 equal to what? മെട്രിക്സ് എന്ത് കിട്ടുന്നത്? ഇവിടെ വരല് -5 എന്ന് വരും. ഇതോ 12 എന്ന് വരും. 1/11 പുറത്തുണ്ടല്ല. അപ്പൊ എന്തായി? 1/11 ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5/11 then 12/11. അപ്പൊ എന്ത് കിട്ടി? x = അല്ല ഇക്വേറ്റ് ചെയ്യുമ്പോൾ x = -5/11 y = 12/11. ഓക്കെ. ഇനി എന്തെങ്കിലും അറിയാം? ഈ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ശരിയാന്ന് നോക്കാം. അതായത് ചെയ്ത് ചെക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടിയ വാല്യൂ അത് നമ്മൾ സൈഡിൽ ചെയ്ത് നോക്കിയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ കൊടുത്തു നോക്കാം. അപ്പൊ ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പൊ 2x - y 2 × -5/11 -12/11 എന്ന് പറഞ്ഞാൽ എത്ര? -10/11 -12/11 എന്ന് പറഞ്ഞാലോ -22/11 എന്ന് പറഞ്ഞാൽ എത്ര? -2 അല്ലെ. കറക്റ്റ് അല്ല. സാറ്റിസ്ഫൈ ചെയ്തു. അതിന്റെ അർത്ഥം തന്നെ നമ്മൾ ആൻസർ കറക്റ്റ് തന്നെ. ഓക്കെ. ഒന്നുകൂടി ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നോക്കാം. സോൾവ് സിസ്റ്റം ഓഫ് ഫോളോ ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. 5x + 2y = 4, 3y + 7x = 5. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി തരും. ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി 3y + 7x = 5 ആണ് അല്ലെ. അത് ഓർഡറിലല്ല. അതുപോലല്ല ഫസ്റ്റ് ഇതിന് ഓർഡറിലാക്കണേ. അപ്പൊ ഇതിന് എന്ത് ചെയ്യുക? 7x + 3y = 5. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് നിങ്ങൾക്ക് തെറ്റും. 5 2 3 7 എന്ന് വരും. അത് തെറ്റാണ് കേട്ടോ. അങ്ങനെ എഴുതിയാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂല. അപ്പോൾ 5x + 2y = 4 ഇത് ഓർഡറിൽ എഴുതുമ്പോൾ 7x + 3y = 5. ഓക്കെ. അപ്പൊ എന്തായി? മെട്രിക്സ് ഫോം എഴുതി. മെട്രിക്സ് 5 2 7 3 ഇൻറ്റു മെട്രിക്സ് എക്സ് വൈ ഈക്വൽ ടു മെട്രിക്സ് 4 5. ഇതിലായിരിക്കും സംശയമില്ല. കോഎഫിഷ്യന്റ് മെട്രിക്സ് അൺനോട്ട് മെട്രിക്സ് കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. റൈറ്റ് സൈഡിലെ മെട്രിക്സ് കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. ax = b. എന്ത് കാണാൻ? ഡിറ്റർമിനന്റ് കണ്ടു. ഡിറ്റർമിനന്റ് എത്ര? 5 × 3 15 - 14 15 - 14 1 ≠ 0. അപ്പൊ ഡിറ്റർമിനന്റ് ≠ 0 എന്ന് എന്താ പറയാ? a inverse exist ആണ്. therefore the system is consistent and solution is അല്ലെ unique solution ആണ്. എന്താണ്? x = what? a inverse × b. that is x എത്ര? 1 / ഡിറ്റർമിനന്റ് × അഡ്ജോയിന്റ് × b. that is എത്ര? 1/1 × അഡ്ജോയിന്റ് എത്ര? ഡയഗണൽ എലിമെന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാം 3 5. ഓഫ് ഡയഗണൽ എലിമെന്റ് ചിഹ്നം മാറ്റാം -2 -7. ഓക്കെ. × b of 4 5. so matrix xy = 1/1 × multiply by 3 × 4 12 -10 ഇടിയോ -28 + 25. so 1/1 1 ഉണ്ട്. so matrix what? 2 -3. അപ്പൊ x എത്ര? 2 y -3. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x 2 y -3. എന്ത് ചെയ്യാം? ഈ കിട്ടിയ ഉത്തരം നമുക്ക് ശരിയാണെന്ന് നോക്കാം. ശരിയാന്ന് നോക്കണമെങ്കിലോ ഒന്നാമത്തെ ഇക്വേഷൻ കൊടുത്ത് നോക്കാം. ചെക്ക്. 5x + 2y = എത്ര? 5 × x 2 + 2 × -3 എത്ര? 10 - 6. ഫോർമുലയായിട്ട് സാറ്റിസ്ഫൈ ചെയ്തു. സോ നമ്മുടെ ആൻസർ തന്നെ ശരി തന്നെ. മനസ്സിലായില്ല? ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ വേണ്ടി ഒരു ഇക്വേഷൻ കൊടുത്ത് ചെക്ക് ചെയ്തൊന്നേ ഇല്ലൂ. നമുക്ക് ഈ ആൻസറിന്റെ പിന്നെ മെറിറ്റ് ഇതാണ്. ആൻസർ ചെക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റിന്റെ മെറിറ്റ് ഇതാണ്. ഇതിന്റെ ആൻസർ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയൊരു മെറിറ്റ് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് 3/3 പോവാം. സോൾവ് ദ സിസ്റ്റം ഓഫ് ദ ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. x - y + z = 4, 2x + y - 3z = 0, x + y + z = 2. ഇതിന്റെ പ്രത്യേകത മനസ്സിലായില്ലേ? ഇവിടെ 3 ഇക്വേഷനും 3 അൺനോണും. നേരത്തെയോ 2 ഇക്വേഷനും 2 അൺനോണും അല്ലെ. ഇത് കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാനുണ്ട്. നോക്കാം. അപ്പൊ മെട്രിക്സ് ഫോം എഴുതാം. മെട്രിക്സ് 1 - 1 1 2 1 - 3 1 1 1 ഇൻറ്റു മെട്രിക്സ് x y z ഈക്വൽ ടു മെട്രിക്സ് 4 0 2. സോ കൺസിഡർ a എടുത്തു. മെട്രിക്സ് 1 - 1 1 2 1 - 3 1 1 1
കൺസിഡർ ഡിറ്റർമിനന്റ് പ്ലസ് 1 ഇൻറ്റു 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കലോ 1 പ്ലസ് 3 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 3 പ്ലസ് 1 ഇൻറ്റു 2 മൈനസ് 1 ദാറ്റ് ഈസ് എന്ത് കിട്ടി 10 നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്തായി therefore A inverse exists and solution is given by what x equal to A inverse into B. അപ്പൊ A inverse into B കാണുമല്ലോ ആദ്യം അഡ്ജോയിന്റ് കാണണം ഡിറ്റർമിനന്റ് കണ്ടു അഡ്ജോയിന്റ് കാണണം അതിന് വേണ്ടിയിട്ട് കോഫാക്ടർ കാണാം ഓർമ്മയുണ്ടല്ലോ ഇതാണ് A എന്ന് പറഞ്ഞ മെട്രിക്സ് കോഫാക്ടർ A11 മൈനസ് 1 പ്ലസ് 1 M11 എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കിയാലോ 1 പ്ലസ് 3 ദാറ്റ് ഈസ് 4 A12 മൈനസ് 1 പ്ലസ് 2 ഇത് വരുന്നത് മൈനസ് 1 വരുന്ന റോയും ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് 2 പ്ലസ് 3 ദാറ്റ് ഈസ് മൈനസ് 5 A13 മൈനസ് 1 പ്ലസ് 3 ഈ 1 വരുന്ന റോയും ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് 2 മൈനസ് 1 A21 മൈനസ് 2 പ്ലസ് 1 M21 ഈ 2 ഈ 2 വരുന്ന റോയും ഒഴിവാക്കി കിട്ടുന്നതോ മൈനസ് 1 ദാറ്റ് ഈസ് 2 A22 മൈനസ് 2 പ്ലസ് 2 M22 എന്ന് പറഞ്ഞാലോ ഈ 1 വരുന്ന റോയും ഒഴിവാക്കിയത് 1 മൈനസ് 1 ദാറ്റ് ഈസ് 0 A23 അതേപോലെ A23 ചെയ്യാം then A31 ഈ 1 മൈനസ് 3 പ്ലസ് 1 ഈ 1 വരുന്ന റോയും ഒഴിവാക്കിയാലോ 3 മൈനസ് 1 ദാറ്റ് ഈസ് 2 A32 മൈനസ് 3 പ്ലസ് 2 വാട്ട് ഇതിന്റെ ഒഴിവാക്കിയാൽ മൈനസ് 3 മൈനസ് 2 ദാറ്റ് ഈസ് 5 A33 ഈ 1 വരുന്ന റോയും ഒഴിവാക്കിയാലോ 1 പ്ലസ് 2 3 ഇത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു എന്നാലും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിച്ചു ഓക്കെ. ഇപ്പൊ കോഫാക്ടർ മെട്രിക്സ് എഴുതി ഓർഡറിൽ എഴുതി ഇനി അഡ്ജോയിന്റ് പറഞ്ഞാൽ എന്താണ് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് അല്ലേ മെട്രിക്സ് 4 2 മൈനസ് 5 0 5 1 മൈനസ് 2 3 ഓക്കെ. അപ്പൊ A ഇൻവേഴ്സ് എന്തായി 1 ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് എന്നാണോ 1 ബൈ 10 ഇൻറ്റു മെട്രിക്സ് 4 2 2 മൈനസ് 5 0 5 1 മൈനസ് 2 3 സോ എക്സ് പറഞ്ഞ എത്ര A ഇൻവേഴ്സ് ഇൻറ്റു ബി 1 ബൈ 10 ഇൻറ്റു ആ രണ്ട് മെട്രിക്സിന്റെ വാല്യൂ എഴുതി ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1 ബൈ 10 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യാം ഇത് 3 ബൈ 3 3 ബൈ 1 അല്ലേ മൾട്ടിപ്ലൈ എന്തായിരിക്കും 3 ബൈ 1 അപ്പൊ ആദ്യം ഒന്നാമത്തെ റോയിന ഒന്നാമത്തെ കോളത്തോട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം 4 into 4 plus 2 into 0 plus 2 into 2 that is 16 plus 0 plus 4 then ഒന്നാമത്തെ റോയിന് ഒന്നാമത്തെ കോളത്തോട് ചെയ്തു പിന്നെ രണ്ടാമത്തെ റോയിന് രണ്ടാമത്തെ കോളത്തോട് ചെയ്യുക രണ്ട് പൊസിഷൻ മൈനസ് 20 പ്ലസ് 0 പ്ലസ് 10 then മൂന്നാമത്തെ റോയിന് ഈ ഒന്നാമത്തെ കോളത്തോട് 4 മൈനസ് 0 പ്ലസ് 6 that is matrix x by z equal to 1 by 10 into matrix 20 minus 10 10 that is equal to matrix 20 by 10 2 minus 10 by 10 minus 1 10 by 10 1 എന്ത് കിട്ടി x equal to 2 y equal to minus 1 z equal to 1 ഓക്കെ x 2 y minus 1 z 1 കിട്ടി. ഇനി എന്ത് ചെയ്യാം ഞാൻ നേരത്തെ ചെയ്താൽ ഇത് വലിയ ക്വസ്റ്റൻ ഇത് പരീക്ഷയ്ക്ക് 4 മാർക്ക് 5 മാർക്ക് ഉണ്ടാവും ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ശരിയാണെന്ന് നോക്കാം എന്ത് ചെയ്യാം ഇത് ഒന്നാമത്തെ ഇക്വേഷൻ കൊടുത്തു നോക്കാം ചെക്ക് x മൈനസ് വൈ പ്ലസ് സെഡ് സോറി ഒന്നാമത്തെ ഇക്വേഷൻ കൊടുത്തു നോക്കാം തന്നെ x മൈനസ് വൈ പ്ലസ് സെഡ് കൊടുക്കുക എക്സിന്റെ വില എത്ര 2 മൈനസ് വൈന്റെ വില മൈനസ് 1 പ്ലസ് സെഡ് 1 ഇപ്പൊ 2 പ്ലസ് 1 പ്ലസ് 1 4 അല്ലേ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ x മൈനസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 4 ആണ് അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്തു സോ ആൻസർ ഈസ് കറക്റ്റ് ഓക്കെ. ഒരു ക്വസ്റ്റൻ കൂടെ നോക്കാം സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ് നോക്കാം ദ ഇക്വേഷൻ 2x plus y plus z equal to 1 then next x minus 2y minus z equal to 3 by 2 then 3y minus 5z minus 9 equal to 0 അതായത് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് തന്ന സിസ്റ്റത്തിന് ഓർഡറിൽ എഴുതാം നോക്കൂ ഒന്നാമത്തെ 2x plus y plus z equal to 1 ഒന്നാമത്തെ രണ്ടാമത്തെ ഓർഡർ തന്നെ x minus 2y minus z equal to 3 by 2 അല്ലേ മൂന്നാമത്തെ നോക്കി ഇവിടെ x ഇല്ലാതെ എന്തെടുക്കാം 0x plus 3y minus 5z ഈ മൈനസ് 9 ഇടാൻ വേണ്ട റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം ഈക്വൽ ടു 9 ഇപ്പൊ ഇതെന്തായി ax ഈക്വൽ ടു b പോലെ അല്ലേ. അപ്പൊ ഇതിന്റെ മെട്രിക്സ് ഫോം മെട്രിക്സ് എത്ര 2 1 1 1 minus 2 minus 1 then 0 3 minus 5 into matrix what x y z equal to what matrix 1 3 by 2 9 ഔട്ടില്ല ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യാം a എടുത്തു a equal to matrix 2 1 1 1 minus 2 minus 1 0 3 minus 5 ഡിറ്റർമിനന്റ് കണ്ടു ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് 2 ഇൻറ്റു 10 പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു 1 വരുന്ന റോയിൽ ഒഴിവാക്കിയാലോ മൈനസ് 5 മൈനസ് 0 ദെൻ പ്ലസ് 1 ഇൻറ്റു ഈ 1 വരുന്ന റോയിൽ ഒഴിവാക്കിയാലോ 3 മൈനസ് 0 that is 2 into 13 minus 1 into minus 5 plus 1 into 3 34 not equal to 0 അവിടെ എന്താ പറയാ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 കിട്ടി. അപ്പൊ a ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ് സൊല്യൂഷൻ കാണാൻ സൂത്രമാക്കുന്നത് x ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻറ്റു b ഡൗട്ടില്ല. അപ്പൊ a ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം അഡ്ജോയിന്റ് കാണാം നേരത്തെ പോലെ. അപ്പൊ a11 ഇത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം a11 എന്ന് പറയുമ്പോൾ മൈനസ് 1 പ്ലസ് 1 ഈ 2 വരുന്ന റോയങ്ങൾ ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് എത്ര 10 പ്ലസ് 3 ദാറ്റ് ഈസ് 13 a12 ഈ 1 മൈനസ് 1 പ്ലസ് 2 മൈനസ് 1 പ്ലസ് 2 അങ്ങനെ ഈ പൊസിഷനാണ് 1 2 അല്ലേ ഈ വരുന്ന റോയങ്ങൾ ഒഴിവാക്കിയാലോ മൈനസ് 5 മൈനസ് 0 5 a13 മൈനസ് 1 പ്ലസ് 3 ഇത് ഒഴിവാക്കിയാൽ എത്ര 3 മൈനസ് 0 3
A21 minus 1 raised to 2 plus 1 നേരത്തെ പോലെ ഇത് ഒഴിവാക്കിയാൽ -5 -3 that is 8. A22 minus 1 raised to 2 plus 2 M22 ഇത് വരുന്ന റോകൾ ഒഴിവാക്കിയാൽ -10 -0 that is -10. A23 അതുപോലെ കാണാം. Then A31 minus 1 raised to 3 plus 1 എന്ന് പറഞ്ഞാൽ -1 raised to 4 ഒഴിവാക്കിയാലോ -1 plus 2 that is 1. A32 ഇതിൻ്റെത് -1 raised to 3 plus 2 3 വരുന്ന റോകൾ ഒഴിവാക്കിയാൽ -2 -1 3. A33 -1 raised to 3 plus 3 M33 that is -1 raised to 6 ഏത് ഇത് -5 വരുന്ന റോകൾ ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് -4 -1 that is -1 raised to 6 plus -5. So cofactor matrix എഴുതി matrix order എഴുതാം 13 5 3 8 -10 -6 and then 1 3 -5. So adjoint ആണ് cofactor transpose matrix 13 8 1 5 -10 3 3 -6 -5. Okay, അവിടെ ഇൻവേഴ്സ് എന്തായി 1 by determinant into adjoint 1 by 34 ന്റെ matrix 13 8 1 5 -10 3 3 -6 -5 and etc. X equal to what? A inverse into B. No. That implies x equal to what? 1 by 34 into matrix 13 8 1 5 -10 3 3 -6 -5 into matrix 1 3 by 2 9. Okay, that is 1 by 34 into നേരത്തെ ചെയ്തപോലെ ഇതൊരു 3 by 3 matrix ഇത് 3 by 1 matrix മൾട്ടിപ്ലൈ ചെയ്താലോ 3 by 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 1 13 plus 8 into 3 by 4 12 by 24 by 2 that is 12 plus 1 into 9 then 5 into 1 5 minus 10 into 3 by 2 minus 13 by 2 that is minus 15 plus 3 into 9 27 then 3 into 1 3 minus 6 into 3 minus 18 by 2 that is minus 9 minus 5 into 9 minus 45 that is matrix x y z equal to 1 by 34 into matrix 34 17 minus 51 equal to what? 1 by 34 34 by 34 1 then 1 by 34 into 17 now 17 by 34 that is 1 by 2 then മൂന്നാമത് 1 by 34 into minus 51 minus 51 by 34 minus 51 by 34 എന്ന് പറഞ്ഞാൽ minus 3 by 2 എന്തുകൊണ്ട് 17ന്റെ ഗുണിതല്ലേ 3 17ന്റെ ഗുണിതാണ് minus 3 by 2 അപ്പോൾ x1 y 1 by 2 z minus 3 by 2 ചെക്ക് ചെയ്യാം എന്ത് ചെയ്യാം അത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കൊടുത്തു നോക്കിയാൽ മതി 2 into 1 2x plus y plus z 2 into 1 plus y 1 by 2 z minus 3 by 2 so 2 though 1 minus 3 minus 2 by 2 that is 2 minus 1 1 okay. അടുത്തത് ഒരു ആപ്ലിക്കേഷൻ ഒരു ക്വസ്റ്റൻ ആണ് ഇപ്പോൾ ചെയ്ത് തന്നെ നമുക്ക് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യുന്നത് നോക്കാം. ദ സം ഓഫ് 3 നമ്പേഴ്സ് ഈസ് 6. ഇഫ് വി മൾട്ടിപ്ലൈ തേർഡ് നമ്പർ ബൈ 3 ആൻഡ് ആഡ് സെക്കൻഡ് നമ്പർ ടു ഇറ്റ് വി ഗെറ്റ് 11. ബൈ ആഡിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പേഴ്സ് വി ഗെറ്റ് ഡബിൾ ഓഫ് ദ സെക്കൻഡ് നമ്പർ. റെപ്രസെന്റ് ഇറ്റ് ആൽജിബ്രൈക്കലി ആൻഡ് ഫൈൻഡ് ദ നമ്പേഴ്സ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. അതായത് ഈ നമ്മൾ ആൽജിബ്രൈക്കലി സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കിയിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യണമെങ്കിൽ ചെറിയ ക്ലാസ് പഠിച്ച പോലെ സം ഓഫ് 3 നമ്പേഴ്സ് 6 പറഞ്ഞു. നമ്പേഴ്സ് തന്നിട്ടില്ല, ഇപ്പൊ നമ്പേഴ്സ് വിചാരിക്കുക എന്ത് എക്സ് വൈ സെഡ്. ലെറ്റ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് നമ്പേഴ്സ് ബി ഡിനോട്ട് ബൈ എക്സ് വൈ സെഡ്. ദെൻ അക്കോർഡിംഗ് ടു ഗിവൺ കണ്ടീഷൻ നമുക്ക് തന്നിനി സം ഓഫ് 3 നമ്പേഴ്സ് 6 എന്നതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 6. ഓക്കെ. രണ്ടാമത്തെ ഇഫ് യു മൾട്ടിപ്ലൈ തേർഡ് നമ്പർ ബൈ 3 എത്ര 3 സെഡ് ആൻഡ് ആഡ് സെക്കൻഡ് നമ്പർ ടു ഇറ്റ് എത്ര 2y വി ഗെറ്റ് 11 എത്ര അല്ലെ. സോറി ആൻഡ് ആഡ് സെക്കൻഡ് നമ്പർ ടു ഇറ്റ് എത്ര y. ഇഫ് യു മൾട്ടിപ്ലൈ തേർഡ് നമ്പർ ബൈ 3 ദാറ്റ് ഈസ് 3 സെഡ് ആൻഡ് ആഡ് സെക്കൻഡ് നമ്പർ ടു ഇറ്റ് എത്ര 3 സെഡ് പ്ലസ് y എത്ര y പ്ലസ് 3 സെഡ് വി ഗെറ്റ് 11 അപ്പൊ എത്ര y പ്ലസ് 3 സെഡ് ഈക്വൽ ടു 11. ഡൗട്ട് ഇല്ല. രണ്ടാമത്തെ മൂന്നാമത്തെ ബൈ ആഡിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ വി ഗെറ്റ് ഡബിൾ ഓഫ് ദ സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു ഡബിൾ ഓഫ് ദ സെക്കൻഡ് നമ്പർ 2y ഇത് എത്ര എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ ഇക്വേഷൻ 3y ഒന്നാമത്തെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 6. രണ്ടാമത്തെ 0x പ്ലസ് വൈ പ്ലസ് 3 സെഡ് ഈക്വൽ ടു 11. മൂന്നാമത്തേതോ എക്സ് മൈനസ് 2y പ്ലസ് സെഡ് ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ എന്താ ഡൗട്ട് ഇല്ല. അപ്പൊ എന്താ ഇത് ഓർഡർ എഴുതിയാൽ എ ഈക്വൽ ടു കോഎഫിഷ്യന്റ് മെട്രിക്സ് 1 1 1 ഇതോ 0 1 3. മൂന്നാമത്തേതോ 1 മൈനസ് 2 1 ഇൻറ്റു കോളം മെട്രിക്സ് എക്സ് വൈ സെഡ് ബി അൺനോൺ മെട്രിക്സോ മെട്രിക്സ് 6 11 0 അല്ലേ. ഡിറ്റർമിനന്റ് കാണാം. ഡിറ്റർമിനന്റ് കണ്ടാൽ പോലെ പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 6 ഓക്കെ മൈനസ് 1 ഇൻറ്റു 0 മൈനസ് 3 പ്ലസ് 0 1 ഇൻറ്റു 0 മൈനസ് 1 ചെയ്ത് 9 കിട്ടും. ഡിറ്റർമിനന്റ് 9 കിട്ടും. നമ്മൾ രണ്ടെണ്ണം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലേ. ഇനി അഡ്ജോയിന്റ് കാണാം. അഡ്ജോയിന്റ് കാണുന്നില്ല എങ്ങനെ നടന്ന മെട്രിക്സ് ഇതാണ്. അഡ്ജോയിന്റ് കാണും A11 A12 എല്ലാം കാണാം. ഇത് ഞാൻ കാണുന്നില്ല. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കാണാം. അഡ്ജോയിന്റ് കാണാം. എല്ലാ എലമെന്റ്സും കാണാം. A11 രണ്ടെണ്ണം വെറുതെ കാണാം.
A11 എങ്ങനെ കാണില്ല? A11 ഈക്വൽ ടു -1/2 അല്ലേ? 1 + 1 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ 1 + 3 6 ഈക്വൽ ടു 7. then A12 -1/2 1 + 2 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ 0 -3 അല്ലേ? -3 3 അല്ലേ? A13 -1/1 + 3 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാൽ അല്ല -1/1 + 3 0 -1 that is -1. ഓക്കെ, അതേപോലെ ഇത് കാണാനല്ല ഈ A21 A22 A23 എല്ലാം കാണാം. എന്നിട്ട് കോഫാക്ടർ മെട്രിക്സും അഡ്ജോയിന്റും എഴുതാം. ഞാൻ ചെയ്യുന്നില്ല കാരണം കുറേ ക്വസ്റ്റനായി ചെയ്യുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഇത് നോക്കിയിട്ട് തന്നെ എല്ലാ കോഫാക്ടേഴ്സും കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് കിട്ടും? അഡ്ജോയിന്റ് കിട്ടും. കോഫാക്ടർ മെട്രിക്സ് ചെയ്താൽ അതിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് അല്ലെ? അഡ്ജോയിന്റ് ഇങ്ങനെ കിട്ടും. കോഫാക്ടർ മെട്രിക്സ് ആദ്യം ഇതിന് ട്രാൻസ്പോസ് മെട്രിക്സ് 7 -3 2 3 0 -3 -1 3 1 കിട്ടും. അപ്പൊ A ഇൻവേഴ്സ് 1 ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് നോക്കാലോ 1/9 ഇൻറ്റു അഡ്ജോയിന്റ് എത്ര 7 -3 2 3 0 -3 -1 3 1 കിട്ടി. അപ്പൊ എക്സ് എന്താണ്? A ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പൊ 1/9 ഇൻറ്റു അല്ലെ മെട്രിക്സ് ഇത് ഇൻറ്റു ബി ദാറ്റ് ഈസ് വാട്ട് 1/9 ഇങ്ങനത്തെ പോലെ 3/3 3/1 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര 3/3 76 42 -3 × 11 -33 + 0 then 3 × 6 18 + 0 + 0 ഇത് -6 + 33 + 0 that is 1/9 into matrix the 9 18 27 so 9/9 1 18/9 2 27/9 3 so x1 y2 z3 അല്ലേ? ഇത്ര ശരിയാന്ന് നോക്കാം. സം ഓഫ് 3 നമ്പേഴ്സ് 6 പറഞ്ഞിട്ട് പിന്നെ 3 കൂട്ടിയാൽ തന്നെ 6 തന്നെ. സോ ആൻസർ ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റൻ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ചെയ്യുന്ന രീതി ഒന്നുകൂടെ നോക്കണം. അടുത്തത് A ഈക്വൽ ടു മെട്രിക്സ് 2 -3 5 3 2 -4 1 1 -2 ഫൈൻഡ് A ഇൻവേഴ്സ് യൂസിങ് A ഇൻവേഴ്സ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ അല്ലെ? ഈ A ഇൻവേഴ്സ് കാണണം, എന്നിട്ട് A ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ട് ഇത് സോൾവ് ചെയ്യണം. അത് എന്തുകൊണ്ട് അങ്ങനെ തന്നെ ഇതിന്റെ ആൻസർ നോക്കോ. ഇതിനാദ്യം നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതി എന്താ കിട്ടില്ല? മെട്രിക്സ് 2 -3 5 3 2 -4 1 1 -2 ഇൻറ്റു മെട്രിക്സ് x y z ഈക്വൽ ടു 1 മെട്രിക്സ് 11 -5 -3. മനസ്സിലായല്ല? അതായത് ഈ A ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറയാൻ കാരണം മറന്നുമില്ല. ഇതിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതിയാൽ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇത് തന്നെയാണ് ഇവിടുത്തെ A അല്ലെ? ഇവിടുത്തെ കോഎഫിഷ്യന്റ് മെട്രിക്സ് തന്നെയാണ് ഇവിടുത്തെ A. അതുകൊണ്ടാണ് ക്വസ്റ്റൻ അങ്ങനെ പറഞ്ഞത്. ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് തന്നെയാണ് A. അപ്പൊ ഈ A ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ പിന്നെ വീണ്ടും രണ്ടാമത് A ഇൻവേഴ്സ് കണ്ടുപിടിക്കണ്ട, വേണ്ടല്ലോ, അതിൽ തന്നെ ഈ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ മെട്രിക്സ് എടുത്തു. കോഫാക്ടർ 9 നേരത്തെ പോലെ കണ്ടുപിടിക്കാം. A11 -1/1 + 1 2 എന്ന റോയങ്ങൾ ഒഴിവാക്കിയാലോ -4 + 4 0 A12 -1/1 + 2 അല്ലെ? M12 എന്നാലോ -1³ ഈ -3 വരുന്ന റോയങ്ങൾ ഒഴിവാക്കിയാലോ -6 + 4 2 A13 അല്ലെ? A13 വരുമ്പോൾ അതേപോലെ -1 + 3 ഈ 5 വരുന്ന റോയങ്ങൾ ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് that is 3 - 2 that is 1 A21 -1/2 + 1 ഈ 3 വരുന്ന റോയങ്ങൾ ഒഴിവാക്കിയാലോ 6 - 5 that is -1 A22 -1/2 + 2 2 വരുന്ന റോയങ്ങൾ ഒഴിവാക്കിയാലോ -4 - 5 that is -9 A23 -1/2 + 3 -4 വരുന്ന റോയങ്ങൾ ഒഴിവാക്കിയാലോ 2 + 3 -5 A31 -1/3 + 1 ഈ 1 വരുന്ന റോയങ്ങൾ ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് that is 12 - 10 that is 2 A32 ഈ 1 വരുന്ന റോയങ്ങൾ ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് -8 -15 that is 23 A33 -1/3 + 3 M33 പറഞ്ഞാൽ -2 വരുന്ന റോയങ്ങൾ ഒഴിവാക്കിയാലോ 4 + 3 9 13. ഇപ്പൊ കോഫാക്ടർ മെട്രിക്സ് എത്ര? മെട്രിക്സ് 0 2 1 -1 -9 -5 2 23 13 കിട്ടി. and അഡ്ജോയിന്റോ മെട്രിക്സ് അഡ്ജോയിന്റ് 0 -1 2 2 -9 23 1 -5 13 കിട്ടി. ഇതാണ് അഡ്ജോയിന്റ്. ഓക്കെ, അവിടെ A ഇൻവേഴ്സ് എന്തായി? സോറി, ഡിറ്റർമിനന്റ് കൂടെ കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇൻവേർട്ടബിൾ ആണെന്ന് അറിയാൻ പറ്റൂ അല്ലെ? ഡിറ്റർമിനന്റ് മെട്രിക്സ് ഡിറ്റർമിനന്റ് 2 -3 5 3 2 -4 1 1 -2 that is +2 into 2 എന്ന റോയങ്ങൾ ഒഴിവാക്കിയാൽ -4 + 4 then -3 +3 into -6 + 4 +5 into 3 -2 that is 2 into 0 +3 into -2 +5 into 1 എന്ത് കിട്ടി? -6 + 5 -1 not equal 0. സോ എന്തായി? A ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ്, ഇത് ഇൻവേർട്ടബിൾ ആണ്. സോ A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് 1/-1 into അഡ്ജോയിന്റ് മെട്രിക്സ് 0 -1 2 2 -1 23 1 -5 13 ഈക്വൽ ടു ഇവിടെ 1/-1 പുറത്തില്ലത്. അപ്പോൾ ഉള്ളോട്ട് കൊണ്ടുപോകാം. നേരത്തെ നമ്മൾ ഉള്ളോട്ട് കൊണ്ടുപോകുന്ന ഫ്രാക്ഷൻ വരുന്നതുകൊണ്ടാണ് ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. -1 ഉള്ളോട്ട് കൊണ്ടുപോയാലോ -1 ഉള്ളിൽ എല്ലാ എലമെന്റും മൾട്ടിപ്ലൈ ചെയ്യാം. സോ മെട്രിക്സ് 0 1 -2 -2 9 -23
-1 5 -13 ഇതാണ് ഇത് A inverse. So x equal to what? A inverse into B. Capital X equal to A inverse into B. So matrix 0 1 -2 -2 9 -23 -1 5 -13 into matrix what? 11 -5 3. So x y z equal to multiply by 3 by 3 3 by 1 multiply by 3 by 3. So 0 into 11 11 -5 plus 6 then -2 into 11 -22 -45 plus 69 then -11 -25 plus 39. So matrix what? 6 minus 5 1. This is 2. This is 3. So x1 y2 z3 എന്ത് ചെയ്യാം ഈ വാല്യൂ എന്ത് ചെയ്യാം ഒന്നാമത്തെ ഇക്വേഷൻ കൊടുത്തിട്ട് അത് ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷൻ ആയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പം ചെയ്ത പ്രോബ്ലത്തിൽ സിസ്റ്റം ഓഫ് ഇക്വേഷനാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് 4 5 മാർക്ക് വരെ കിട്ടും. എന്തോ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഡിറ്റർമിനന്റ് വന്നു, അഡ്ജോയിന്റ് വന്നു, ഇൻവേഴ്സ് വന്നു, സോൾവിങ് വന്നു. ഇപ്പൊ സോൾവിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം അറിയണം, ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് ഒക്കെ അറിയണം. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി കിട്ടും. പിന്നെ വെറൈറ്റി നോക്കിയിട്ട് മാത്രമേ നമ്മൾ പഠിക്കണ്ടൂ. അതുകൊണ്ട് എല്ലാവരും പഠിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഭാഗം പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. മനസ്സിലായല്ല, ഇത് കൂടുതൽ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെ അസൈൻമെന്റ്സ് ചെയ്യാൻ തരാം. കുറച്ചുകൂടി ലെങ്തായ ക്ലാസ് ആയതുകൊണ്ട് ഇന്ന് അസൈൻമെന്റ്സ് തരുന്നില്ല. ഇതെല്ലാം ശരിക്കും നന്നായി ചെയ്ത് പഠിക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട സോൾവ് ചെയ്യുമ്പോൾ കിട്ടിയ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കണ്ട. അപ്പോൾ ആൻസർ ശരിയായി. പിന്നെ ടെസ്റ്റ് ഫോർ കൺസിസ്റ്റൻസി പറഞ്ഞാലോ, നമ്മൾ ഡിറ്റർമിനെ കണ്ടിട്ട് ഡിറ്റർമിന്റെ നോട്ട് ഈക്വൽ 0 ആണെന്നും കൺസിസ്റ്റന്റ് ആയി, ഡിറ്റർമിന്റെ 0 ആണെങ്കിലോ അഡ്ജോയിന്റ് ആയിട്ട് ബി കണ്ടിട്ട് അല്ല അത് നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. ആ ഒരു കാര്യം നോക്കണ്ട്. അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും ക്ലാസ് നന്നായിട്ട് കാണുക, നോട്ടെല്ലാം എഴുതി എടുക്കുക.